ഇടുക്കിയുടെ മലനിരകൾ ഋതുഭേദങ്ങൾക്കനുസരിച്ച് വർണ്ണങ്ങൾ തീർക്കുന്നവയാണ്. ജക്രാന്ത പൂക്കുമ്പോൾ വയലറ്റ് നിറം. അങ്ങനെയുള്ള മലനിരകൾ വിഷുക്കാലത്താകുമ്പോഴേക്കും മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യും. ശക്തമായ തുലാവർഷ മഴയിൽ തീപ്പൊരി പോലെ തിളങ്ങുന്ന സ്പാത്തോഡിയ മരങ്ങളാണ് നിലവിലെ മനം മയക്കുന്ന കാഴ്ച. പച്ച പുതച്ചു കിടക്കുന്ന മലനിരകൾക്ക് നടുവിൽ തീമഞ്ഞ നിറത്തിൽ പൂത്തുനിൽക്കുന്ന സ്പാത്തോഡിയ മരങ്ങൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ഓറഞ്ചും മഞ്ഞയും ഇടകലർന്ന പൂക്കൾ വഴിയരികിലും തേയിലക്കാടുകൾക്ക് നടുവിലും ദൃശ്യവിസ്മയം പകരുന്നു. സൂര്യ വെളിച്ചത്തിൽ പൂക്കൾ തീപ്പന്തം പോലെ മിന്നുമ്പോൾ ആരെയും ആകർഷിക്കുന്നു. ഇതിൻ്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് സ്പത്തോഡിയ എന്ന പേര് ഇതിന് വരാൻ കാരണം. പിന്നെ ഇതിന് ആഫ്രിക്കൻ ട്യൂലിപ്പ് എന്നൊരു അപരനാമവും കൂടിയുണ്ട്. ഇതിൻ്റെ പൂക്കൾക്ക് ട്യൂലിപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. പിന്നെ സ്കൂട്ടുമരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മലയോര മേഖലയിൽ മലേറിയ പടർന്നു പിടിച്ചപ്പോൾ കൊതുക് നശീകരണത്തിനായി ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്നും 19-ാം നൂറ്റാണ്ടിലാണ് സ്പാത്തോഡിയ മരങ്ങൾ ഇവിടെ വെച്ചുപിടിപ്പിച്ചത്. കമ്പ്, വേര്, കായ് എന്നിവയിൽ നിന്നും അതിവേഗം മുളച്ചു വളരുന്ന മരത്തിന് കൊതുകുകളുടെ വളർച്ച നിയന്ത്രിക്കാൻ കഴിയും. വാദ്യോപകരണമായ ഡ്രംസ് നിർമ്മിക്കാനും സ്പാത്തോഡിയ മരത്തിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കുമളി. എന്ത് രസാണല്ലേ കാണാൻ. ശരിക്കും ചുവപ്പണിഞ്ഞു നിൽക്കുന്ന ഇടുക്കി. നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം. നിതിൻ, അതിഗംഭീര കാഴ്ച. ദൂരെ നിന്നുള്ള വിഷ്വൽസിലൊക്കെ കാണുമ്പോൾ ശരിക്കും ആ ഒരു പച്ചക്കിടയിൽ നിന്ന് ചുവപ്പ് ഒരു തീജ്വാല പോലെ തന്നെ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ഇത് കാണാനുള്ള ഭംഗിക്കപ്പുറത്ത് സ്പാത്തോഡിയ ഈ മരത്തിന് ഒരുപാട് ഗുണങ്ങൾ കൂടി ഉണ്ടല്ലേ? 19-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കൻ ഉഷ്ണമേഖലകളിൽ നിന്നാണ് ഈ സ്പാത്തോഡിയ മരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ ഇത് വളരാൻ തുടങ്ങിയതോടുകൂടിയിട്ട്, വർഷങ്ങളെടുത്ത് വളരാൻ തുടങ്ങിയതോടുകൂടിയിട്ട് ഇത് വേറൊരു ഭംഗിയിലേക്ക് വരാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ ഒരു ഓറഞ്ചും മഞ്ഞയും ഒക്കെ ഇടകലർന്ന രീതിയിലാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കണം. അതായത് മലയോര മേഖലകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലും അല്ലെങ്കിൽ തേയിലക്കാടുകളിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു കാട്ടുതീ പടർന്നു നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ പൂക്കളിലേക്ക് വെയിലടിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. മനോഹരമായ കാഴ്ചയാണത് നമുക്ക് തരുന്നത് തന്നെ. ഇനി ഇതിൻ്റെ ഈ മരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും രണ്ട് വശങ്ങളുമുള്ള ഒരു മരമാണ് സ്പാത്തോഡിയ മരം എന്ന് പറയുന്നത്. ഗുണങ്ങളിലേക്ക് വരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വളരും. അതായത് കായിൽ നിന്നായിക്കോട്ടെ, വേരിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് കണ്ടിച്ചു വെച്ചാൽ അങ്ങനെ അത് ആ ഒരു മരത്തിന് വളരാൻ പെട്ടെന്ന് എളുപ്പത്തിൽ വളരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ തടി വാദ്യോപകരണമായ ഡ്രംസ് നിർമ്മിക്കാനൊക്കെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ഒരു ഉപയോഗം ഈ 19-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിൽ നിന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കിയിലേക്ക് ഈ മരം എത്തിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ സമയത്ത് ഇടുക്കിയിൽ ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ മലേറിയ പടർന്നു പിടിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ കൊതുക് നശീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ മരങ്ങൾ പ്രധാനമായിട്ടും ഈ മലയോര മേഖലകളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ മുട്ടുവിരിയുന്ന സമയത്ത് ഒരു ദ്രാവകമുണ്ട്. ഈ ദ്രാവകം ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് തന്നെ മറ്റ് വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലോ ഒന്നും തന്നെ ഈ കൊതുക് മുട്ടയിടില്ല. ഈ ദ്രാവകത്തിലായിരിക്കും കൊതുക് മുട്ടയിടുന്നത്. അതുപോലെ തന്നെ ഈ മുട്ട വിരിയില്ല. ഈ ദ്രാവകത്തിൽ കിടന്ന് ഇത് നശിച്ചു പോകും. അങ്ങനെ കൊതുകിൻ്റെ നശീകരണത്തിന് ഇത് വലിയ തോതിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തേയിലത്തോട്ടങ്ങളിലാണ്. അപ്പോൾ തേയിലത്തോട്ടങ്ങളിൽ ഇതിൻ്റെ വേരിന് മണ്ണൊലിപ്പ് തടയാനും ഒക്കെയുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇത് തേയിലത്തോട്ടങ്ങളിലും കുന്നിൻ ചെരുവുകളിലുമൊക്കെ ഇത് പ്രധാനമായിട്ടും ഈ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഗുണങ്ങൾ ഏറെയാണ് ഈ മരത്തിന്. ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ദോഷവശങ്ങളായിട്ട് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊതുകിൻ്റെ നശീകരണത്തിന് ഉപയോഗമാകുന്ന ഈ ഒരു ദ്രാവകം മറ്റു പക്ഷികൾക്കും അല്ലെങ്കിൽ ചെറു പ്രാണികൾക്കുമൊക്കെ തന്നെ അതൊരു വിഷമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ തോതിൽ ഈ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനെതിരെ പലരും സ്പാത്തോഡിയ മരത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ നിതിൻ പറഞ്ഞിട്ടുണ്ട്.
പറയുന്നുണ്ട്. കാരണം അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒരേ സമയമുണ്ട്. കൊതുക് നശീകരണത്തിന് ആ ദ്രാവകം ഉപയോഗപ്പെടുന്നു എന്നുള്ളത് പോലെ തന്നെ അതേസമയം മറ്റ് ജീവജാലങ്ങൾക്ക് അത് ദോഷമായി മാറുന്നുണ്ട് കൂടി.